ഹലോ ഗായ്സ്, അപ്പോൾ ഗെയിമിംഗ് ഫെയറിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു സൂപ്പർ മാർക്കറ്റ് ഗെയിമാണ്. അപ്പോൾ ഈ ഗെയിമിൽ എങ്ങനെയാണ് അത് കളിക്കേണ്ടത് ഞാൻ കുറച്ച് കളിച്ച് കാണിച്ചു തരുന്നതൊക്കെ ആയിരിക്കും ഈ വീഡിയോയിൽ ഉണ്ടായിരിക്കുക. സോ എൻ്റെ സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ സൂപ്പർ മാർക്കറ്റ്. ഐ തിങ്ക് ഇതൊരു US സൂപ്പർ മാർക്കറ്റ് എന്ന് തോന്നുന്നത്. ഇതാണ് സറൗണ്ടിങ്സ് ആണ് ഈ കാണുന്നതൊക്കെ. അത്യാവശ്യം നല്ല അടിപൊളി സെറ്റപ്പാണ്. ഗ്രാഫിക്സും കുഴപ്പമില്ല. എന്തോ പാക്കേജസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോറിൽ കൊണ്ടുവയ്ക്കണം. ദൈവമേ നല്ല ഭാരം ഉണ്ടല്ലോ. അതേണ്ടായിരിക്കുന്നു. ഇവിടെയാണ് നമുക്കത് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ബാലൻസ് എന്തോ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നമ്മുടെ സ്റ്റോറേജ് സ്പേസിൽ കൊണ്ടുവയ്ക്കാം. വെച്ചിട്ടുണ്ട്. ഇതാണ് സ്റ്റോറേജ്. കുറേ സാധനങ്ങൾ ഞാനിവിടെ സ്റ്റോർ ചെയ്ത് ഓൾറെഡി ഞാൻ ഈ ഗെയിം കളിച്ചതുകൊണ്ട് കുറേ സാധനങ്ങൾ ഞാൻ ഓൾറെഡി പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് കൂടെ എങ്ങനെ വെക്കാമെന്നാണ് ഈ കാണിക്കുന്നത്. ഇതിവിടെ എന്തായാലും ഓൾറെഡി നിറഞ്ഞിരിക്കുക. അപ്പം ഞാൻ അതിൻ്റെ ആവശ്യമില്ല. മാറിയിരിക്കട്ടെ. ഇവിടെ വയ്ക്കാം അല്ലേ? വെച്ചു. അവിടെ മതി. അടുത്തെടുക്കുക. വേഗം പോവാം നമുക്ക്. നല്ല ചേച്ചി. ഓക്കെ, അടുത്തെടുത്തു. ഹായ്. നമ്മുടെ ഫ്രണ്ട്സാണ് അവരൊക്കെയാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലോട്ട് വരുന്നത്. അപ്പോൾ ഇതെന്തോ കിറ്റ്കാറ്റോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് പിന്നെയും സ്റ്റോറേജ് റൂമിൽ കൊണ്ടുവയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളാണ്. നമുക്ക് എല്ലാവർക്കും കളിക്കാൻ പറ്റിയ ഗെയിമാണ്. പിള്ളേർക്കും കൊച്ചുകുട്ടികൾക്കും എല്ലാവർക്കും കളിക്കാൻ പറ്റിയ കളിക്കില്ല ഗെയിമാണ്. ഒരു ഡെയിലി ബേസിസിൽ റൺ ചെയ്ത് ടാസ്ക് പോലെ കളിച്ച് പോകാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. എന്തോ ക്രീം ബിസ്ക്കറ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. ഇരിക്കട്ടെ കുറച്ച്. എന്തിനാ കുറയ്ക്കുന്നത്? നമ്മളെല്ലാ സാധനങ്ങളും വെച്ചിട്ടേ കച്ചവടം ചെയ്യും. ഇതൊക്കെ ഞാൻ വെച്ച ഐറ്റംസാണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതിൽ. അപ്പോൾ ഓരോന്നായിട്ട് നമ്മളത് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇതാണ് എൻ്റെ സ്റ്റോറേജ് സ്പേസ്. അപ്പോൾ ഇതൊക്കെ എൻ്റെ പ്രോഡക്റ്റ്സാണ്. ഞാൻ വാങ്ങിയ സ്പ്രൈറ്റ്, വെള്ളം കുപ്പി, വെളിച്ചെണ്ണ എല്ലാം ഉണ്ട് അതിൽ. പിന്നെ ഇതാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ്. സോ ക്യാഷ്യറാണ് ഞാൻ പഠിക്കുന്നത്. ഇതാണ് എറിക്. ഹായ് എറിക്കാണ് അപ്പോൾ നമ്മുടെ ക്യാഷ്യർ. ആൾ അത്യാവശ്യം സ്പീഡിൽ ക്യാഷൊക്കെ വാങ്ങിയിടും. കിട്ടുന്ന ചെക്കനാണ്. പിന്നെന്താ വാമപ്പൊക്കെ ചെയ്തിട്ട് ആൾ സെറ്റ് ആവണം രാവിലെ കട തുറക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ കിളിക്കുട്ടൻ നമുക്ക് നമ്മുടെ ഫ്രൂട്ടി ബൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി നമുക്ക് ഫ്രീ തന്നാണേ. അവനെ നമ്മളവിടെ ഡെക്കറേഷൻ നിർത്തിയിട്ടുണ്ട്. ചായപ്പൊടിയുണ്ട്, കാപ്പിപ്പൊടിയുണ്ട്, ബ്രെഡുണ്ട്, ഓയിലുണ്ട്, വെളിച്ചെണ്ണയുണ്ട്, പിന്നെന്താ ഷുഗർ ഉണ്ട്. നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് നമ്മുടെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ റാക്കിൻ്റെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ലേസ് ഉണ്ട്, ചോക്ലേറ്റ് ഉണ്ട്, പാസ്ത ഉണ്ട്, പിന്നെ പീനട്ട് ബട്ടർ ഉണ്ട്, ജാമുണ്ട്, അങ്ങനെ ഇഷ്ടം പോലെ സാധനങ്ങൾ. പിന്നെ നമുക്ക് ഫ്രൂട്ട് സെക്ഷൻ ഉണ്ട്. നമുക്ക് എൻ്റെ കയ്യിലിപ്പോൾ ഫ്രൂട്ട്സ് ആയിട്ട് അവക്കാഡോ, ഓറഞ്ച്, ആപ്പിൾ അതൊക്കെയാണുള്ളത്. പിന്നെ ഫ്രീസർ 2 ഫ്രീസറുണ്ട് നമുക്ക്. പിന്നെ 4 ഫ്രിഡ്ജും ഉണ്ട്. അതിൽ അത്യാവശ്യം സാധനങ്ങൾ ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ നമുക്ക് ഇതാണപ്പോൾ നമ്മുടെ മൊത്തത്തിലുള്ള നമ്മുടെ സൂപ്പർ മാർക്കറ്റ്. ഇനി പുറത്തോട്ട് ഇറങ്ങി ഞാൻ പുറത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അത്യാവശ്യം ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. ഇവരൊക്കെ നമ്മുടെ ഷോപ്പിലേക്ക് വരുന്ന ആൾക്കാരാണേ. നമുക്കൊരു ദിവസം നമുക്ക് കട ഓപ്പൺ ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ഇടാം. അപ്പോൾ തൊട്ടപ്പുറത്ത് ഹായ്, ആളുടെ പേര് മനു. ഹായ് മനു. പോയി മിണ്ടിയില്ല, മൈൻഡ് ആക്കിയില്ല. എന്തെങ്കിലും ആവട്ടെ. നമുക്കപ്പോൾ നമ്മുടെ വോളിബോൾ നമ്മുടെ വോളിബോൾ കോർട്ടിലെത്തിയിട്ടിട്ട് നമുക്ക് കളിക്കാൻ പറ്റും തോന്നുന്നു. എടുത്തോക്കട്ടെ. ആളെ പറ്റും. അപ്പോൾ നമുക്കൊന്ന് കളിച്ച് നോക്കാം. ഇത് അമർത്തി അങ്ങ് എറിഞ്ഞ് നോക്കാം. അയ്യോ, ഇപ്പുറത്തെ പറമ്പിലോട്ടാണല്ലോ പോയത്. സാരില്ല, നമുക്കൊന്നും കൂടി എടുത്ത് കളിച്ച് നോക്കാം. എനിക്ക് വോളിബോൾ വലിയ ഐഡിയ ഇല്ലേ. അപ്പോൾ അതെങ്ങനെ വരുമെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് നോക്കി നോക്കാം. ഒന്നും കൂടെ കളിച്ച് നോക്കി. ബോളെ എവിടെടാ നീ? അതാണ് കിടക്കുന്നത്. ഞാൻ എൻ്റെ ഭാഷ പലതായിരിക്കും. നിങ്ങളത് കൺസിഡർ ചെയ്യേണ്ട. നമുക്ക് ബോളൊന്നും കൂടി എടുത്തിട്ട് നോക്കി നോക്കാം. അവിടെ ബോൾ വന്ന് ഒറ്റൊരു കൊടുത്തോ. ഇല്ലടാ, പണി പാളി. എന്നെക്കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല ഇത് കളിക്കാൻ. ഒന്നും കൂടി ഇട്ടിട്ടുണ്ട് ഞാൻ. ഇല്ലടാ, വീണ്ടും ചീറ്റിപ്പോയി. നമ്മുടെ സൈഡിൽ നമ്മൾ ഡെലിവറിക്ക് ഓർഡർ ചെയ്ത സാധനങ്ങൾ നമുക്ക് ആ സൈഡിൽ കാണാം. സൈഡിൽ എത്ര ടൈം എടുത്തിട്ട് അത് ഡെലിവറി വരും എന്നുള്ളതാണ് ഈ സൈഡിൽ കാണിക്കുന്ന ഒരു ബസ് പോലൊരു സംഭവമല്ലേ. അത് വേണ്ട. എനിക്ക് ഡെലിവറിയുടെ ഒരു ബെല്ലൈക്കൺ വന്നുകൊണ്ട് എനിക്ക് മനസ്സിലായി ഡെലിവറി വന്നിട്ടുണ്ട്. സോ ഞാനത് എടുക്കാൻ ഓടി വന്നതാണ്. ഇതൊരു ക്രീം ബിസ്ക്കറ്റാണ്. കണ്ടിട്ട് കുത്തിയാവുന്നു. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ ബിസ്ക്കറ്റൊന്നും ഇല്ല കേട്ടോ. ഇത് കിട്ടുന്ന സാധനമാണ്. സ്പേസ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് സ്പേസ് കഴിഞ്ഞുകൊണ്ട് വീണ്ടും സ്റ്റോറേജ് റൂമിൽ കൊണ്ടുവയ്ക്കണം. അപ്പോൾ ഇതൊക്കെ സ്പേസ് കഴിഞ്ഞുകൊണ്ട് ഞാൻ വെക്കാണ്ട് ബാക്കി വെച്ചേക്കുന്നതാണ്. ഇനി ഞാൻ കുറച്ച് ഓർഡർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതിൽ ഫസ്റ്റ് ഇതൊക്കെയാണ് നമ്മുടെ മാർക്കറ്റിൻ്റെ ഓർഡറിൻ്റെ പ്രോഡക്റ്റ്സ്. പിന്നെ ഇത് ഫർണിച്ചർ, നമുക്ക് ഫ്രീസർ, ഫ്രിഡ്ജ് അതൊക്കെ വേണമെങ്കിൽ. പിന്നെ ലൈസൻസ്, ഏതൊക്കെ പ്രോഡക്റ്റ്സ് നമ്മൾ വിൽക്കാൻ പറ്റും അതൊക്കെയാണ് ഇത് കാണിക്കുന്നത്. പിന്നെ നമ്മുടെ സ്റ്റോറിൻ്റെ എക്സ്പാൻഷൻ, നമ്മൾ ഓരോ ലെവൽ അപ്പായി പോകും തോറും നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. പിന്നെ എത്ര പീപ്പിൾസ് വരണം അതൊക്കെയാണ്. ഇത് നമ്മുടെ എംപ്ലോയീസ് ആണ്. നമുക്കൊരു ക്യാഷ്യർ എറിക് അവർ ഞാൻ എടുത്തിട്ടുണ്ട്. സോ സാലറി ഒക്കെ കൊടുത്തവനെ പേ ചെയ്താണ് നിർത്തുന്നത്. പിന്നെ നമുക്കൊരു ക്ലീനറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് ക്യാഷ് കൊടുത്ത് വേണം നിർത്താൻ. പിന്നെ നമുക്ക് എക്സ്ട്രാ മണിയൊക്കെ ഏൺ ചെയ്യണമെങ്കിൽ നമുക്ക് ക്യാഷൊക്കെ കൊടുത്ത് പേ ഒക്കെ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ്. പിന്നെ നമുക്കിതിൻ്റെ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ ഇൻറ്റീരിയർ മാറ്റാം, എക്സ്റ്റീരിയർ മാറ്റാം, സൂപ്പർ മാർക്കറ്റിൻ്റെ പേര് മാറ്റാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രെസ് റിലീഫിംഗ് ആയിട്ടുള്ളൊരു ഗെയിമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന്